ഹലോ, പുതിയ വീട്ടിലൂടെ സ്വാഗതം. ഇന്ന് പുതിയ മീനിനെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അല്ല, അതിന് മുന്നേ ബാക്കിയുള്ള മീനുകളെയൊക്കെ കാണിച്ചു തരാം. പിന്നെ വേറെ ഇത്തിരി ദിവസം മുന്നേ പിന്നെ ഒരു പുതിയ മീനിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ആ മീനെ ആദ്യം കാണിച്ചു തരാം. ഞാനത് ലൈറ്റ് കാണിച്ചു തരാം. ഇത് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും അടി കിടക്കണ കണ്ട ഒരു മോളി. അതിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ കഥയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 4 എണ്ണം ഉണ്ടായിരുന്നു. 2 ബ്ലാക്കും ഒരെണ്ണം ഒരു സിൽവറും. അതെല്ലാം ഉണ്ടായിരുന്നു. 2 എണ്ണത്തിന് ഫംഗസ് ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്കിനും ഉണ്ടായിരുന്നു, ഒരു സിൽവറിനും ഉണ്ടായിരുന്നു ഫംഗസ്. ബ്ലാക്കിന് ഫംഗസ് നന്നായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വന്ന് നോക്കണപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തായിരുന്നു, ഫിഷിംഗ് ബ്ലൂ. പിറ്റേ ദിവസം നോക്കണപ്പോൾ പിന്നെ അത് ബ്ലാക്ക് ചത്ത് കിടക്കണം. പിന്നെ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് നോക്കണപ്പോൾ സിൽവറും ചത്ത് കിടക്കണം. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഇപ്പോൾ ഫംഗസ് ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മീനെല്ലാത്തിനും കാണിച്ചു തരാം. മറ്റേ പുതിയ മീൻ എത്തും ലാസ്റ്റ് കാണിച്ചു തരാം. സസ്പെൻസ് ആണ് അതന്നെ. ഇവിടെ നമ്മൾ കുറച്ച് ആൽഗേരി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് റെഡി ആയിക്കോളും. 8 ദിവസം കഴിയും. അതന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പുതിയ മേടിക്കണ സ്ഥലം. അവിടെ ഇത് വെച്ച് മുടിയാലോ. അത് ഇതിൽ ഊട്ടയുണ്ട്, അതിൽ ഊട്ടയില്ലല്ലോ. ചാടറ മീനല്ലേ, ചാടിപ്പോ. ആദ്യം ക്യാറ്റ് ഫിഷ് അല്ല, 2 ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും. ഈ നടുക്കിരിക്കുന്ന മീൻ സസ്പെൻസ് ആണ്. കാണിച്ചു കൊടുത്തത് ഇത് ഷാർക്ക് മീൻ തന്നെ. ആ ബക്കറ്റ് കാണിച്ചു കൊടുത്തത് ചിലവർക്കൊക്കെ ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും കാണാൻ പറ്റിയ കാരണം ഇതിൻ്റെ അകത്ത് തണുപ്പടിച്ചിട്ട് മറ്റേതൊന്നും നടക്കുക. ഇത് ഗപ്പി കുഞ്ഞുങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാതെ നന്നായിട്ട് വലുതായിട്ടുണ്ട് നേരത്തേനേക്കാളപ്പം. അതന്നെ. ഇത് ഗപ്പിയും സീബ്രയും മോളിയുമാണ് വെക്കണത്. ഇനിയാണ് നമ്മുടെ സ്വന്തം സസ്പെൻസ്. ചെല്ലാ സ്റ്റൂവെട്ടി എന്നുള്ള മീനിന്റെ കുഞ്ഞിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വരാൽ ഇന്നത്തി വിട്ടത് അല്ല, വാഗ. എടാ വരാൽ ഇന്നത്തി വിട്ടത്. ഇതുണ്ട് അടിപൊളിക്കണ സാധനം. ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഒറ്റത്ത് നിന്നുള്ള വ്യൂ ഇതാ. അടിയിലോട്ട് പോയാൽ പതിഞ്ഞ് ഇങ്ങോട്ട് കണ്ട. ഇവൻ്റെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. കാണിച്ചിടാം. വേണ്ട പോയതുണ്ട്. നേരത്തെ ഇത് കൊണ്ടുവന്ന സമയത്ത് 2-3 പ്രാവശ്യം നല്ല ചാട്ടം ചാടിയായിരുന്നു കിറ്റിൻ്റെ എയർ പോയി. ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.